ട്രേഡേഴ്സ് ഇന്ന് ട്രേഡിങ്ങിനോടൊപ്പം ഞങ്ങളുടെ നാട്ടിലെ ഒരു കാഴ്ചയും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ജസ്റ്റ് ഇതിപ്പോൾ ബീച്ചാണ്, ഇത് ബീച്ച് റോഡാണ്. ഞാൻ ബീച്ച് കാണിക്കാനല്ല വന്നത്. ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് യൂ ടേൺ എടുത്ത് വണ്ടി തിരിച്ച് ഇവിടുന്ന് നമ്മൾ പോയി കഴിയുമ്പോൾ ആ കാഴ്ച നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞൊരു മാജിക് പോലെ ഒരു തെളിഞ്ഞ് വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇത് ഞങ്ങളുടെ നാട്ടിലെ അർത്തുങ്കൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ വിശുദ്ധനായ സെബസ്ത്യാനോസിൻ്റെ അർത്തുങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു അഭിമാനവും, അല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടുകാർ മുഴുവനും ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന പെരുന്നാളും ഒക്കെ ഉള്ള ഞങ്ങളുടെ നാട്ടിലെ സ്വന്തം അർത്തുങ്കൽ പള്ളിയാണിത്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആ റോഡ്, ബീച്ചിലേക്കുള്ള റോഡ് കഴിഞ്ഞിങ്ങനെ വരുമ്പോൾ ആ പള്ളിയുടെ രൂപം ഇങ്ങനെ തെളിഞ്ഞ് വന്നൊരു ക്യാൻവാസിൽ വരച്ച പോലെ നമുക്ക് ആ ഒരു ആർച്ച്, ഇപ്പോൾ എന്തോ പരിപാടി നടക്കുന്നതുകൊണ്ടാണ്, ആ ആർച്ച് ഇല്ലെങ്കിൽ ഭയങ്കര രസമാണ് ആ പള്ളിയുടെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വണ്ടി കൊണ്ട് പാർക്കിങ്ങിൽ പാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് ഇറങ്ങി നടക്കാം. ഇത് പള്ളിയുടെ പാർക്കിംഗ് ആണ്. ഈ ഒരു പാർക്കിങ്ങിൽ എത്ര രസമായിട്ടാണ് ആ പള്ളി മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതും പണിതേക്കണമെന്നറിയോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഒരുപാട് സ്റ്റാച്യൂസൊക്കെ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട്. കുറേ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടെ രാവിലത്തെ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ചുരുമണലാണ് നമ്മളുടെ. ഇവിടെ കടകളും ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും തുറന്നിട്ടില്ല, ഇത്രയും രാവിലെ ആയതുകൊണ്ട്. പറഞ്ഞു വന്നത്, ഇവിടെ ചുരുമണലാണ്. ആ മണലിൽ ഇത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇത്രയും ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് സെബസ്ത്യാനോസിൻ്റെ പള്ളി. ഇവിടെ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും വളരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഫ്രണ്ടേജ് ഉണ്ട്. നല്ല ഈ ബീച്ചിനോട് ചേർന്നായതുകൊണ്ട് ബീച്ചിലെ അതേ മണലാണ് ഇവിടെയും ഉള്ളത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ ബീച്ചിനോട് ചേർന്ന്, അല്ലെങ്കിൽ ആ ബീച്ചിലെ മണ്ണിൽ ഇത്രയും നല്ല ചെടികളൊക്കെ വച്ച് അതിനെയൊക്കെ പരിപാലിച്ചൊക്കെ വച്ചിരിക്കുന്നത്. ഇതാണ് പള്ളിയുടെ ഒരു എൻറ്റയർ വ്യൂ. നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ആ ബീച്ചിൽ നിന്ന് വന്ന സ്ഥലമില്ല, അവിടെയൊക്കെ പെരുന്നാളിൻ്റെ സമയത്ത് കടകളും തിരക്കുകളും ഭയങ്കര രസമാണ്. ഇതാണ് ആ പള്ളിയുടെ ഒരു ആർക്കിടെക്ചർ. ഭയങ്കരமான ബ്യൂട്ടിഫുൾ. നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രസവും ഭംഗിയും, കൂടാതെ തന്നെ ഒരു ഭയങ്കരമായ ഒരു ആംബിയൻസും ഉള്ളൊരു പള്ളിയാണ്. നിങ്ങളിൽ എത്ര പേര് വന്നിട്ടുണ്ടോ, ആരെങ്കിലുമൊക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഞങ്ങളുടെ നാട് ഈ ഒരു പള്ളിയുടെയും കൂടെ പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് സ്റ്റാച്യൂസ് ഇങ്ങനെ വച്ചിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ബൈബിളിലെ ഓരോ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. ഇത് പോർച്ചുഗീസുകാരാണ് ഈ പള്ളി ഇവിടെ സ്ഥാപിച്ചത്. വിശുദ്ധനായ സെബസ്ത്യാനോസിൻ്റെ പള്ളിയാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും, സ്റ്റാർട്ടിങ് തൊട്ട് രണ്ട് സൈഡിലും, ഈ ദേവാലയത്തിൻ്റെ രണ്ട് സൈഡിലും സ്റ്റാച്യൂസ് ഇങ്ങനെ വച്ചിട്ടുണ്ട്. അതിൻ്റെ ഞാനൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി പെടുന്ന ആളല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടുതൽ വിശദമായ വിവരണം അറിയത്തില്ല. അതിൻ്റെ എല്ലാത്തിൻ്റെയും താഴത്ത് അതെന്തിനെ പ്രതിനിധീകരിച്ചാണ് വച്ചേക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഒരു ചെറിയ പരിപാടി നടക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഫ്രണ്ടിൽ ആ ആർച്ച് കാണിച്ചില്ല, അതിൻ്റെ ഒരു ചെറിയ ഇറക്ക്. ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാനും നമുക്ക് പ്രാർത്ഥനാ സമയത്ത് വെളിയിലിരുന്നൊക്കെ കാണാനും ഒക്കെ അവസരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു പായ്ക്കപ്പൽ, ഇങ്ങനെ കപ്പലിൽ കൊണ്ടുപോയ വഴിക്ക് സെബസ്ത്യാനോസിൻ്റെ ഇത് മിസ്സായെന്നും, അല്ലെങ്കിൽ അത് വെള്ളത്തിൽ വീഴുകയും അവിടുന്ന് ഇങ്ങനെ കൊണ്ട് ഇവിടെ പ്രതിഷ്ഠിക്കുകയൊക്കെയാണ് ചെയ്തതെന്നാണ് എൻ്റെ കൂടുതൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എനിക്കറിയില്ലെങ്കിലും അങ്ങനെയൊക്കെയാണ് ഓവറോൾ ഒരു ഇതാണ് പുറകിൽ കാണുന്ന ഈ പള്ളിയാണ് ഇവിടുത്തെ പഴയ പള്ളി. ഇത് ഇവിടെയാണെന്ന് തോന്നുന്നു. എനിക്ക് കുർബാനയും കാര്യങ്ങളുമൊക്കെ ഇപ്പോഴും നടക്കുന്നത്. കാരണം ഞാനിപ്പോൾ വന്നപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പേര് ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിത്യ കുർബാനയും കാര്യങ്ങളൊക്കെ ഈ പള്ളിയിലാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. നല്ല ലാർജ് ഏരിയ ഉണ്ട്, വൈഡ് ഏരിയ. ഭയങ്കര രസമായിട്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരച്ഛനല്ല, 3-4 വികാരിയച്ഛന്മാരോ അങ്ങനെ എന്തോ ആണ് ഇവിടെ. കാരണം അത്രയും വിശുദ്ധനായ ഒരു സെബസ്ത്യാനോസിൻ്റെ പള്ളി, ഇത്രയും ഫേമസ് ആയ ഒരു പള്ളി ഇതാണെന്നാണ് എൻ്റെ ഒരു, ഇനിയിപ്പോൾ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണ്. ഇവിടെയും രണ്ട് സൈഡിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ റൈറ്റ് സൈഡാണ് കണ്ടത്, ഇതിപ്പോൾ ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് സൈഡിലും ഇവിടെ സ്റ്റാച്യൂസ് വച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ താഴത്ത് തന്നെ, എല്ലാത്തിൻ്റെയും താഴത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട് എന്തിനെയാണത് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന്. വളരെ എന്നിട്ട് അവിടുത്തെ ആ ഗാർഡനിങ് ആണ് എന്നെ കൂടുതൽ, കാരണം ഇത്രയും ഈ മണലിൽ ചെടിയെ വച്ച് പിടിപ്പിക്കാനും ആ ചെടിയെ പരിപാലിക്കാനുമൊക്കെ ഭയങ്കര രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പള്ളിയുടെ ആ ഒരു കളറും ടെക്സ്ചറും, അല്ലേ, ആ ആകാശത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു പള്ളിയാണ് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ അർത്തുങ്കൽ പള്ളി.
നിങ്ങൾ എത്ര പേരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്ന്, ഇനി വരാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വേറൊരു ഐതിഹ്യമുണ്ട്. ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ ഇവിടുത്തെ വെളുത്തച്ഛൻ്റെ അടുത്ത് വന്നിട്ട് ആണ് മാല ഊരുക എന്നൊരു സങ്കല്പം കൂടിയുണ്ട്. കാരണം ഈ വെളുത്തച്ഛനും അയ്യപ്പനും ഒരേ സ്ഥലത്താണ് കളരിയോ അങ്ങനെ എന്തോ പഠിച്ചത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഐതിഹ്യം കൂടിയുണ്ട്. അപ്പോൾ അയ്യപ്പനെ കണ്ട് തിരിച്ചു വരുന്നവർ അർത്തുങ്ക പള്ളിയിലെത്തിയാണ് മാല ഊരുക എന്നാണ് പറയുന്നത്. ഇത് വാതിക്കൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ. ഇതിപ്പോൾ ഇത്രയും ഏർലി മോർണിംഗ് ആയതുകൊണ്ടാണ് കേട്ടോ ആൾക്കാരും ഇല്ലാത്തത്. ഇല്ലെങ്കിൽ നല്ല ക്രൗഡഡ് ആയൊരു സ്ഥലമാണ്. പെരുന്നാളിനൊന്നും നമുക്കിവിടെ മണ്ണ് നുള്ളിയിടാൻ പറ്റില്ല എന്ന് പറയുന്നൊരു സ്റ്റേജിൽ ആ ഒരു സെറ്റപ്പാണ്. നമ്മൾ ഒരു പ്രാവശ്യമല്ല, എത്രയോ പെരുന്നാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ചേർത്തലക്കാരൊക്കെ മൊത്തം ഇവിടെ ആയിരിക്കും. പല സ്ഥലങ്ങളിൽ നിന്നും ആലപ്പുഴ, കോട്ടയം, അങ്ങനെ ഇൻ ആൻഡ് അറൗണ്ട് സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആൾക്കാർ വരുന്നൊരു പള്ളിയാണ്. കാരണം ആ ഒരു വാതിലിൻ്റെയൊക്കെ ടെക്സ്ചർ, നമ്മൾ പോകുമ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. ഇപ്പോൾ കടകളൊക്കെ പയ്യനെ മെല്ലെ തുറന്ന് വരുന്നുണ്ട്. ജസ്റ്റ് ഏതായാലും നമുക്ക് നമ്മളുടെ വണ്ടിയിൽ കയറി ഇരുന്ന് ട്രേഡോ വല്ലതും എങ്ങനെയാണ് ഏതാണെന്നൊക്കെ ഒന്ന് നോക്കാം. 2 പ്രാവുകളൊക്കെ ഉണ്ട്. ഏതായാലും എനിവേയ്സ്, നിങ്ങൾ ഇവിടെ പള്ളിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഏതായാലും ഇനി ഏതെങ്കിലും ട്രേഡോ കാര്യങ്ങളോ ഒക്കെ കിട്ടുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു എൻട്രി എടുത്തിട്ടുണ്ട്. 58,500 കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. 140 ക്വാണ്ടിറ്റി. നമ്മുടെ പ്രീമിയത്തിൻ്റെ ചാർട്ടൊന്ന് ഓപ്പൺ ചെയ്താൽ ജസ്റ്റ് ഇപ്പോൾ ട്രേഡ് എടുത്തേ ഉള്ളൂ. ഇപ്പോൾ ചെറിയ ഒരു ലോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഒരു കോസ്റ്റിൽ തന്നെ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മളുടെ ഒരു ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത് 329 ആണ്. ഒരു 140 ക്വാണ്ടിറ്റിയാണ് നമ്മൾ ബൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെറിയൊരു റെഡ്, ഒരു 300-400 അടുപ്പിച്ച് ഒരു റെഡാണ് റൺ ചെയ്യുന്നത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. നമുക്ക് ആവറേജ് ബൈയിങ് പ്രൈസ് 329.24 കിട്ടിയത്. ഇപ്പോൾ ചെറിയൊരു ഗ്രീൻ ഒരു 330 എന്നുള്ളൊരു നടക്കുന്നുണ്ട്. ട്രേഡേഴ്സ് 2 ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല കഴിഞ്ഞ വീക്ക്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിയായിരുന്നു, ഞാൻ ഒരു ട്രിപ്പിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് സിസ്റ്റം ഇല്ലായിരുന്നു. ഞാൻ ട്രേഡ് എടുത്തിരുന്നു, ഞാൻ മൊബൈൽ വെച്ചായിരുന്നു ട്രേഡ് എടുത്തിരുന്നത്. അതിപ്പം അങ്ങനെ അപ്ഡേറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ, അതാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ നമുക്കൊന്ന് പ്ലേസ് ചെയ്തേക്കാം. 305 ട്രിഗർ വന്നിട്ട് 306 ആണ്. ഇപ്പോൾ ചെറിയൊരു നെഗറ്റീവ് റൺ ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ. നമ്മളുടെ ഒരു ആവറേജ് ഒരു 305 306 നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ പ്രീമിയം വൈസ് ഇത് പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്. പ്രീമിയത്തിൻ്റെ ചാർട്ടിൽ നമ്മളുടെ എൻട്രിയും എക്സിറ്റും കൂടെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. മാർക്കറ്റിൽ നമ്മളുടെ എൻട്രി വന്നിട്ട് 329. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഈ റെഡ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ്. നമ്മളുടെ എൻട്രി വന്നിട്ട് 329. ഇതാണ് നമ്മളുടെ എൻട്രി. ടാർഗറ്റ് വന്നിട്ട് സാധാ വയ്ക്കുന്ന പോലെ തന്നെ ഒരു 50 പോയിൻറ്റ്സിൻ്റെയാണ്. ഏതായാലും ഫസ്റ്റ്ലി നമ്മുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ കാരണം ഇപ്പോൾ ഒരു നെഗറ്റീവിലാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ആ ഒരു ക്യാൻഡിലിൻ്റെ ലോയിലാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുത്തേക്കുന്നത്. 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 379 റേഞ്ചിൻ്റെ അടുത്ത് വരും. ഇപ്പോൾ ഒരു 1000 റുപ്പീസ് 600 700 800 അടുപ്പിച്ച് ഇപ്പോൾ ലോസ് റൺ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാവുന്നതാണ്. ഇനി അതല്ല, നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 50 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ബുക്ക് ചെയ്യാം. ഇപ്പോൾ ഏതായാലും ഒരു 1000 അടുപ്പിച്ച് ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. നോക്കാം ഇവിടെ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് കണ്ടിന്യൂസ് അപ്സൈഡ് മൊമെൻറ്റം ആയിരിക്കുമോ അതോ നമുക്ക് എഗനിസ്റ്റ് ആയിട്ടാണോ മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ഏതാണെങ്കിലും അപ്സൈഡിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിനെ പ്ലേസ് ചെയ്യാം. ഇനി അതല്ല, കണ്ടിന്യൂസ്ലി മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇറങ്ങേണ്ടി വരും. മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെയും കൂടെ ഫോളോ അപ്പ് ചെയ്താണ് നമ്മളുടെ സെറ്റപ്പ് ഫോം ആയതിനു ശേഷമാണ് ട്രേഡ് എടുത്തത്. പക്ഷേ ട്രെൻഡിനെയും കൂടെ ഒരു ഫോളോ അപ്പ് ഉണ്ട് നമുക്ക്. എങ്ങനെയാണെന്നറിയില്ല. ഇപ്പോൾ ഒരു 2200 റൈറ്റ് ട്രെൻഡിനെ ഫോളോ ചെയ്തെന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ തന്നെ വലിയ ക്യാൻഡിൽ ഫോം ചെയ്യാൻ തുടങ്ങി. എനിവേയ്സ് ഒരു 2000 അടുപ്പിച്ചുള്ള ഒരു ലോസ് കാണിക്കുന്നുണ്ട്. ഇപ്പം എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ, മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, മാർക്കറ്റിൻ്റെ ഒരു പ്രോഫിറ്റാണോ ലോസ് ആണോ ഈ ട്രേഡിൽ നിന്ന് ഞാൻ നോക്കിയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്, അല്ലെങ്കിൽ ഭയങ്കര ലെങ്തി വീഡിയോ ആയി പോകും.
ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു 1000+ അടുത്ത് പ്രോഫിറ്റ് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലൊരു റിജക്ഷൻ ക്യാൻഡിൽ, നേരത്തെ ഫോം ആയിക്കൊണ്ടിരുന്ന ക്യാൻഡിൽ നല്ലൊരു റെഡിഷ് ക്യാൻഡിലായിരുന്നു ഫോം ആയത്. ആ റെഡിഷ് ക്യാൻഡിൽ മാറി ഒരു റിജക്ഷൻ ക്യാൻഡിൽ ആവുമായിരുന്നു. അവിടെ നിന്നാണ് കണ്ടിന്യൂസ് ഇപ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും ഇൻടാക്റ്റ് ആണ്. ഇനിയിപ്പോൾ കുറച്ച് ഒരു അപ്സൈഡ് മൊമെൻറ്റ്, ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റിലേക്ക് പ്ലേസ് ചെയ്തേക്കാം. ഇപ്പോൾ ഒരു ചെറിയൊരു പ്രോഫിറ്റ് റൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കോസ്റ്റിൽ തന്നെ എന്ന് പറയാം. നോക്കാം മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായിട്ടുണ്ട്. ഓവറോൾ ഒരു 3000+ ഒരു ലോസ് ഇന്നത്തെ ട്രേഡിൽ ബുക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഓർഡർ ബുക്ക്. ഇനി ഏതെങ്കിലും ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം.